ഹലോ ഫ്രണ്ട്സ്, നോമ്പിൻ്റെയും ഈസ്റ്ററിൻ്റെയും ഒക്കെ റെസിപ്പീസിന് ശേഷം നമ്മൾ കേക്കിൻ്റെ റെസിപ്പിയുമായി വീണ്ടും എത്തിയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് സോഫ്റ്റും പ്ലഫിയുമായിട്ടുള്ള ഒരു കപ്പ് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഡ്രൈ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള 4 കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണേ. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിച്ചിട്ടില്ലെങ്കിൽ ഒരു 1.25 കപ്പ് ചേർത്താലും മതിയേ. പിന്നെ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങളൊരു വുഡൻ സ്പൂണോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് കൊണ്ടോ അതേ ഈ ഒരു പരുവത്തിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ ലോ സ്പീഡിലിട്ടിട്ട് ഒരു 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. 3 കപ്പ് മൈദയിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഒന്ന് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് നല്ലതുപോലെ മിക്സ് ആവുകയില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ മടിയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പൊടിക്കുന്ന മിക്സിയുടെ ജാറില്ലേ അതിലിട്ടിട്ട് ഒരു 2 പ്രാവശ്യം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ടില്ലേ അതും ഇതിൻ്റെ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു വലിയ ബൗളാണെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് ഒരു ബൗളിൽ തന്നെ മിക്സ് ചെയ്താൽ മതി. അപ്പം ഞാൻ മുട്ട അടിച്ചെടുത്ത ബൗൾ ചെറുതായിരുന്നുകൊണ്ടാണ് ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തത്. പിന്നെ അതിലേക്ക് ചെറിയ ചൂടുള്ള 1 കപ്പ് പാലും കൂടി ഒഴിച്ചിട്ട് കൈകൊണ്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ആ ബാറ്റർ നമ്മൾ കപ്പ് കേക്കിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചോക്കോ ചിപ്സാണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ 12 കപ്പ് കേക്ക് മുകളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സ് സമയത്തിലേക്ക് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ തന്നെ വേറൊരു 12 കേക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1/2 കിലോയുടെ ഒരു കേക്കും കൂടെ ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ 12 കപ്പ് കേക്ക് ടൂട്ടി ഫ്രൂട്ടിയിലും 12 കപ്പ് കേക്ക് ചോക്കോ ചിപ്സ് ഇട്ടും പിന്നെ ഒരു 1/2 കിലോയുടെ ഒരു കേക്കും കൂടെ ഈ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിലോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ വീഡിയോ. അപ്പോൾ നല്ല സൂപ്പർ കേക്കാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്